പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ചരിത്രം കുറിച്ച് മുന്നേറുകയാണ്. ഫെബ്രുവരി 6-ാം തീയതി കാസർഗോഡ് കുമ്പളയിൽ ഉദ്ഘാടനം ചെയ്ത പ്രയാണം തുടങ്ങിയ ജാഥ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തി നിൽക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രചരണം ഇന്ന് തുടങ്ങിയിരിക്കുന്നത് കുറ്റ്യാടിയിൽ നിന്നുമാണ്. ഇതിനോടകം കഴിഞ്ഞുപോയ 5 ദിനങ്ങളിലായിട്ട് 3 ജില്ലകൾ പൂർണ്ണമായും ജാഥ കടന്നു പോയിട്ടുണ്ട്. വയനാട്, കണ്ണൂര്, കാസർഗോഡ് എന്നീ 3 ജില്ലകളിലും വലിയ രീതിയിലുള്ള ഒരു പ്രചരണമാണ് നടന്നത്. അല്ലെങ്കിൽ ഈ ജാഥയ്ക്ക് വലിയ രീതിയിലൊരു ബഹുജന പിന്തുണയാണ് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 3 ജില്ലകളിലും പ്രത്യേകിച്ച് കണ്ണൂർ പോലെയുള്ള CPM-ന്റെ കോട്ടകളായിട്ടുള്ള ജില്ലകളിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു ജനസഞ്ചയത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മട്ടന്നൂരാണെങ്കിലും, പാനൂരാണെങ്കിലും, ശ്രീകണ്ഠാപുരമാണെങ്കിലും, പയ്യന്നൂരാണെങ്കിലും എല്ലായിടങ്ങളിലും ജനങ്ങൾ ആവേശത്തോടു കൂടി ഈ ജാഥയെ വരവേൽക്കാനായിട്ട് ജാഥാ നായകനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വി.ഡി. സതീശന്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ തങ്ങളുടെ കോട്ടകളെന്ന് അവകാശപ്പെടുന്ന, ഇടതുപക്ഷ കോട്ടകളെന്ന് അവകാശപ്പെടുന്ന പല മണ്ഡലങ്ങളിലും ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്നാണ് പറയുന്നത്. പല കോട്ടകളും നമുക്ക് ഇളക്കാൻ കഴിയും. ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരെ ഉണ്ടായി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പയ്യന്നൂർ പോലെയുള്ള, തലശ്ശേരി പോലെയുള്ള സ്ഥലങ്ങളിൽ അഭൂതപൂർവമായ ഒരു ജനസഞ്ചയത്തെയാണ് നമുക്ക് ഈ ജാഥയിലുടനീളം കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അടുത്തിടെയാണ് പയ്യന്നൂർ പോലെയുള്ള സ്ഥലത്ത് CPM-നെ തന്നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു ഫണ്ട് വിവാദങ്ങൾ CPM-ന്റെ മുൻ നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവ് പുറത്തുവിട്ടത്. അത് CPM-നെ ആ ജില്ലയിൽ മൊത്തത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത്തരത്തിൽ വിവിധ വിഭാഗങ്ങളുടെ ഒരു വലിയ ബഹുജന പിന്തുണ ഈ ജാഥയ്ക്ക് ഓരോ ദിനവും ഏറി വരുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു ജനപങ്കാളിത്തത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ തങ്ങൾക്കൊപ്പം നിൽക്കും. ഒപ്പം തന്നെ ഇടതുപക്ഷ സഹയാത്രികരായിരുന്നവരൊക്കെ തന്നെ തങ്ങൾക്ക് ഒപ്പം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കണം. ആ വോട്ടുകളൊക്കെ തന്നെ UDF-ന് ഇത്തവണ ലഭിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. എന്തായാലും ഈ കടന്നുപോയ ജില്ലകളിലൊക്കെ തന്നെ ജാഥ വലിയ രീതിയിലുള്ള ചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. അത്തരത്തിൽ വലിയ രീതിയിൽ വലിയ ചലനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ്, മാറ്റത്തിന്റെ ചലനം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ യാത്ര കടന്നു പോകുന്നത് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ ജാഥകളിൽ കാണുന്നത് പോലെയുള്ള രാഷ്ട്രീയം പറച്ചിൽ മാത്രമല്ല ഈ ജാഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയം പറയുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, വികസന കാഴ്ചപ്പാട് എന്താണ്, തങ്ങളുടെ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു രൂപരേഖ പൊതുജനങ്ങൾക്ക് സമക്ഷം വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും മറ്റ് UDF-ന്റെ നേതാക്കളും എല്ലാം തന്നെ പ്രസംഗിക്കുന്നത്, അവരോട് സംവദിക്കുന്നത്. രാവിലെ പൊതുജനങ്ങളുമായിട്ട് സംവാദമുണ്ട്. അത് ഏതെങ്കിലും മേഖലകളിൽ അല്ലെങ്കിൽ CPM ഒക്കെ പറയുന്ന പോലെ പൗരപ്രമുഖരുമായിട്ടൊന്നുമല്ല. പൗരപ്രമുഖരെന്ന് UDF-ന് പറയുന്നത് അത് സാധാരണ ജനങ്ങൾ തന്നെയാണ്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട്, അവരുടെ ആവലാതികൾ കേട്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക എന്നതാണ് UDF ഈ യാത്രയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ നവകേരളത്തിനായിട്ട്, ഒരു പുതിയുഗ കേരളത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് ഇതിനോടകം തന്നെ ഈ പറയുന്ന 3 ജില്ലകളിലെ ഏതാണ്ട് 19 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും ജാഥ കടന്നു പോയപ്പോഴെല്ലാം തന്നെ ഓരോ ദിനവും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന യുവാക്കളൊക്കെ തന്നെ ഇന്ന് കേരളം വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ മറ്റ് വലിയ പല രാജ്യങ്ങളും, കാനഡ പോലെയുള്ള, ന്യൂസിലൻഡ് പോലെയുള്ള, ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറി അവിടെ അവർ തങ്ങളുടെ ഭാവി കെട്ടിപ്പിടിക്കുന്നതിനുള്ള കോഴ്സുകളുമൊക്കെ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ നടത്തിയത്. അദ്ദേഹം പറയുന്നത് യുവാക്കളെ കേരളത്തിൽ തന്നെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തങ്ങൾ ആവിഷ്കരിക്കും, അതിനുള്ള പ്രഖ്യാപനങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ ഇതുവരെ ഒരു മുന്നണിയും, ഒരു പാർട്ടിയും, ഒരു സർക്കാരും നടപ്പിലാക്കിയിട്ടില്ലാത്ത തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത് കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും. അത് തിരുവനന്തപുരത്ത് ഈ മാർച്ച് 6-ന് ജാഥ സമാപിക്കുന്നതിനിടയ്ക്ക്, അതിനിടയ്ക്കുള്ള ഇത്രയും ദിവസങ്ങളിൽ ഓരോ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, ഓരോ മേഖലയെയും സ്പർശിക്കുന്ന ഒരു പക്ഷേ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് വി.ഡി. സതീശൻ
ഉറപ്പ് നൽകുന്നുണ്ട്. ഇതിനോടകം തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ആരോഗ്യ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. പ്രവാസി കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ഡോക്ടർ എസ് എസ് ലാലാണ് അതിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. ഒപ്പം തന്നെ ആരോഗ്യ കോൺക്ലേവ് UDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഡോക്ടർ അച്യുത് ശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങൾക്കായിട്ട് അവിടുത്തെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. അത്തരത്തിൽ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ പഠിക്കാനും അതിനുള്ള പരിഹാരങ്ങൾ കാണാനുമുള്ള ശ്രമങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഒരു ഡോക്യുമെന്റ് വരും ദിനങ്ങളിൽ തന്നെ കോഴിക്കോട് ഇപ്പോൾ കോഴിക്കോട് പര്യടനം തുടങ്ങിയിരിക്കുകയാണ് ജാഥ. കോഴിക്കോട് ജില്ലയിൽ വെച്ച് തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെന്റ് പ്രഖ്യാപിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ മേഖലയെ എങ്ങനെയാണ് നവീകരിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആരോഗ്യ മേഖലയെ കുളമാക്കി കഴിഞ്ഞ ഒരു ഭരണമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ആരോഗ്യ മേഖലയെ വീണ്ടെടുക്കാൻ എന്തൊക്കെ തങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡോക്യുമെന്റ് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകുമെന്ന് VD സതീശൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം സന്ധിയില്ലാതെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിലാണ്. വർഗീയത അതാര് പറഞ്ഞാലും താൻ എതിർക്കും, താനും തന്റെ പാർട്ടിയും മുന്നണിയും ശക്തിയുക്തം എതിർക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഈ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയതെങ്കിൽ പിന്നീട് അദ്ദേഹം വോട്ട് കിട്ടിയില്ല എന്നത് കണ്ടതോടുകൂടി ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ പ്രസംഗം നടത്തുന്ന സമുദായ നേതാക്കളെയൊക്കെ തന്നെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിന് UDFന്റെ നേതാക്കന്മാരെയോ തന്നെയോ കിട്ടത്തില്ല. വർഗീയതയോട് സന്ധിയില്ലാത്ത സമരമായിരിക്കും, സന്ധിയില്ലാത്ത പോരാട്ടമായിരിക്കും തങ്ങൾ നടത്തുക. താനും പിണറായി വിജയനും ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഓർമ്മയായി പോകും. പിന്നീട് ഓർമ്മയിൽ നിന്ന് പോലും ഇല്ലാതാകുന്ന ഒരു കാലമുണ്ടാകും. പക്ഷെ അന്നും കേരളം ഉണ്ടാകും. കേരളം ഇതേപോലെ മതേതര കേരളമായിട്ട് എല്ലാ മത സൗഹാർദ്ദത്തോടും കൂടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു കേരളം, ആ കേരളം ഭാവിയിലും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് തങ്ങൾ നടത്തുന്നത്. അപ്പോൾ വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തും. ആര് വർഗീയത പറഞ്ഞാലും അവരെ ശക്തമായിട്ട് എതിർക്കും, ശക്തമായിട്ട് വിമർശിക്കും. അക്കാര്യത്തിൽ തനിക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും വിഷയമില്ല എന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ആ വിഷയത്തിൽ VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഭാവി തലമുറയെ അവരുടെ ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ട്, വരും തലമുറയുടെ ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ, അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ കൂടുതൽ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ജാഥ സമാപിക്കുന്നതിനിടയ്ക്കുള്ള ദിനങ്ങളിൽ ഉണ്ടാകും. അത് കേരളത്തിൽ ഒരു പുതുയുഗ പിറവിക്ക് കാരണമാകും. ഇന്നുവരെ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പുതിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തങ്ങൾ നടത്തും എന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. ഇത്തരത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ മുന്നണി അവർ നടത്തുന്ന ജാഥയിൽ ഇത്തരത്തിൽ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ജാഥ സംഘടിപ്പിക്കുന്നത്. തങ്ങളുടെ ആശയങ്ങളിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ടൊരു ജാഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറുവശത്ത് നമുക്കറിയാം LDFന്റെ 3 മേഖലാ ജാഥകൾ നടക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മണി വിഭാഗം ചെയർമാൻ നയിക്കുന്ന ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നയിക്കുന്ന ദക്ഷിണ മേഖലാ ജാഥ, ഇങ്ങനെ 3 ജാഥകൾ CPMന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ജാഥകളെ ജനങ്ങൾ കൈയൊഴിഞ്ഞിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലയിടങ്ങളിലും ആ ജാഥ കാണാനോ അല്ലെങ്കിൽ ജാഥയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനോ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു ജാഥയായിട്ട് അത് മാറുകയാണ്. 3 ജാഥകളും അവിടെ ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ വികസന കുതിപ്പിന് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് CPMന് പറയാൻ കഴിയുന്നില്ല, LDFന് പറയാൻ കഴിയുന്നില്ല. മറിച്ച് അവർ വെറും വർഗീയതയും വിദ്വേഷവും മാത്രമാണ് സംസാരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വെക്കുന്നില്ല. അതിന്റെ ഒരു സംവാദം അവർ നടത്തുന്നുമില്ല. ആ സ്ഥാനത്താണ് മറുവശത്ത് പ്രതിപക്ഷ മുന്നണി നയിക്കുന്ന ഒരു ജാഥയിൽ ഇത്തരത്തിൽ കേരളത്തിന്റെ വികസന പദ്ധതികളെക്കുറിച്ച്, ഭാവി സ്വപ്നം കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ചർച്ച നടക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ജാഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വലിയ ഒരു വിജയമായിട്ട് ഈ ജാഥ മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബഹുജന മുന്നേറ്റ ജാഥയായിട്ട് ഈ കേരളത്തെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ കേരളത്തെ രക്ഷിക്കാൻ UDF എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടി തുടങ്ങിയിരിക്കുന്ന ഈ ജാഥ മാറിയിരിക്കുകയാണ്. CPMന്റെ കോട്ടകൾ ഉൾപ്പെടെ കിട്ടുന്ന ഒരു ജനപങ്കാളിത്തം, ഒരു അഭൂതപൂർവമായ ഒരു ജനപിന്തുണ, അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയം ഉറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ഇതിനോടകം LDFുമായിട്ട് ചേർന്ന് നിന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള പലരും
അവർക്കെതിരായിട്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസമാണ് കവിയും കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനും കൂടിയിട്ടുള്ള കെ സച്ചിദാനന്ദൻ അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നത്, കേരളത്തിനും കേരളീയ പൊതുസമൂഹത്തിനും എല്ലാം കൂടി ഒരു മുന്നറിയിപ്പ് നൽകുന്നത്, ഇടതുപക്ഷം ഇനിയും ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് തന്നെ നല്ലതല്ല, പാർട്ടിക്കും നല്ലതല്ല, കേരളവും പാർട്ടിയും CPM എന്ന് പറയുന്ന പാർട്ടി നശിച്ചു പോകുന്ന ഒരു സാഹചര്യമായിട്ട് അത് മാറും. അപ്പോൾ ബംഗാളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ദുഷിക്കാനായിട്ട് ഒരു സംസ്ഥാനവും ഒരു പാർട്ടിയും ദുഷിച്ചു പോകാനായിട്ട് ഒരു തുടർഭരണം കാരണമാകും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു വിധിയെഴുത്തുണ്ടാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത്. അത്തരത്തിൽ ഇടതുപക്ഷ സഹയാത്രികര്, CPM അനുഭാവികൾ ഉൾപ്പെടെയുള്ളവർ പോലും ഇങ്ങനെ CPMന്റെ ഒരു തുടർഭരണം ഉണ്ടായാൽ അത് ശരിയാകത്തില്ല, അത് കേരളത്തിനൊരു നാശത്തിലേക്ക് നയിക്കും എന്ന് പറയുന്ന നിലയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം എത്തിയിരിക്കുന്നു, പിണറായി വിജയന്റെ ഭരണം എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു ശക്തമായിട്ടുള്ള വിജയത്തോടു കൂടി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു സൂചകമാണ് ഈ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം. അതിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രതിഫലനമാണ് നമുക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ ഇതിനോടകം കാണാൻ കഴിഞ്ഞിരിക്കുന്നത്.